യേശു ക്രിസ്തു കൂട്ടാളിയായിരിക്കും, ആര് യേശു ക്രിസ്തുവിന്റെ കൂട്ടാളിയാവും എന്ന് തിരിച്ചറിയേണ്ട ബോധം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവും പാട്ടും വീണവായനയും പിന്നെ ആമോസ് പ്രവചനം 5:20 വായിക്കും പോലെ നിന്റെ പാട്ടുകളുടെ സ്വരം യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ. ഒട്ടും പ്രകാശമില്ലാത്ത അന്ധതമസ് തന്നെ. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗം ഭോജനയാഗം അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങൾ ഞാൻ കടാക്ഷിക്കില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെ നീതി വറ്റാത്ത തോട് പോലെ കവിഞ്ഞൊഴുകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭായോഗം ദൈവം വെറുക്കുന്നു, ഉത്സവങ്ങളെ വെറുക്കുന്നു, പാട്ടുകളുടെ സ്വരം വെറുക്കുന്നു, വീണനാദം വെറുക്കുന്നു, ഹോമയാഗം, ഭോജനയാഗം, തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള സമാധാനയാഗം, ഇതെല്ലാം ദൈവം വെറുക്കുകയാണ്. ഇപ്പൊ ദൈവം വെറുക്കുന്നതിനെയും ദൈവം വെറുക്കാത്തതിനെയും നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ദൈവം വെറുക്കുന്നതിനെയും ദൈവം വെറുക്കാത്തതിനെയും നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവും വെറും വ്യർത്ഥമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതാണ് എന്റെ വിശ്വാസം. എന്റെ വിശ്വാസം ക്രിസ്തുവിന്റെ കൂട്ടാളിയാണ് എന്നല്ല. ദൈവം വെറുക്കുന്നതിനെയും ദൈവം വെറുക്കാത്തതിനെയും, അല്ലെങ്കിൽ ദൈവം വെറുക്കുന്നതിനെയും ദൈവം പ്രസാദിക്കുന്നതിനെയും ഞാൻ രണ്ടും തിരിച്ചറിയണം. ദൈവം വെറുക്കുന്നത് എന്തൊക്കെയാണ്, ദൈവം പ്രസാദിക്കുന്നത് എന്തൊക്കെയാണ്, ഇത് രണ്ടും ഞാൻ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ മാത്രമേ എനിക്ക് രക്ഷാനിർണയത്തിലേക്ക് ഓടാൻ പറ്റത്തുള്ളൂ. തിരിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവം എനിക്ക് തുണ നിൽക്കത്തുള്ളൂ. ഇതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കായാലും ശബ്ദങ്ങളെ കേൾക്കുന്നവർക്കായാലും എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? യേശു എന്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്. യേശു ക്രിസ്തു ആരെ കൂടെ ഉണ്ടെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്? ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിവില്ലാതെ തെക്ക് വടക്കായിട്ട് നടക്കുന്നവരോടല്ല പറഞ്ഞത്. തത്വജ്ഞാനികളോടും വഞ്ചകന്മാരോടും മായാവികളോടും അല്ല പറഞ്ഞത്. ഉത്കൃഷ്ടതയോടെ തിരുവചനങ്ങളെ ഉൾക്കൊള്ളുവാനും തന്റെ തെറ്റുകളെ ഗ്രഹിപ്പാനും സ്വന്തങ്ങളിലെ കോൽ ഓർക്കാനും അതുപോലെ തന്നെ തന്റെ തെറ്റുകളെ ഗ്രഹിപ്പിക്കാനും സ്വന്തങ്ങളിലെ കോലുകളെ ഓർപ്പിക്കാനും വേർതിരിക്കപ്പെട്ടവരോടാണ് പറഞ്ഞത്. അല്ലേ? സ്തോത്രം. ഈ തിരിച്ചറിവ് ദൈവജനത്തെ പഠിപ്പിക്കാത്ത കാരണത്താലാണ് അമ്പും വില്ലും എടുത്തവൻ എല്ലാം വേട്ടക്കാരൻ എന്ന് പറഞ്ഞ് വേട്ടയാടിക്കൊണ്ട് നടക്കുന്നത്. പക്ഷെ വേട്ടയാടുന്നത് മുഖാന്തരം വേട്ടയാടപ്പെടുന്ന ആരെന്നറിയാമോ? പാപത്തിന്റെ ശക്തികളോ ജഡാഭിലാഷമോ അല്ല വേട്ടയാടുന്നത്. പിന്നെയോ സർവ്വലോകത്തിനേക്കാളും വിലയേറിയ ആത്മാവ് വേട്ടയാടപ്പെടുകയാണ്. സർവ്വലോകത്തിനേക്കാളും വിലയേറിയ
ജീവൻ വേട്ടയാടപ്പെടുകയാണ്. സ്തോത്രം. അതാണ് യേശു ക്രിസ്തു ഒരു സൂചന പറഞ്ഞത്. അവർ ആടുകളുടെ വേഷം ധരിച്ച് നിങ്ങളുടെ അടുക്കൽ വരും. പക്ഷെ അകമയോ കടിച്ച് കീറുന്ന ചെന്നായ്ക്കളാണ്. എന്നിട്ട് പറയാണ്, അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയും. ഫലങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും കള്ളനെ? ഇന്ന് ഓരോരുത്തരും പ്രസംഗിക്കുന്ന പോലെ അടുത്ത സംഘടനയിലുള്ളവരെല്ലാം കള്ളന്മാര്, നമ്മൾ നിൽക്കുന്ന സംഘടനക്കാരല്ല വിശുദ്ധര്, നല്ലവര്. അങ്ങനെയല്ലേ ഇന്ന് പറയുള്ളൂ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവർക്ക്. കാരണം നന്മയും തിന്മയും മലിനവും നിർമ്മലവും നമ്മളെ വ്യത്യാസം ഇവരെ അറിയാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളവരോട് കൂടെ കർത്താവ് ഇരിക്കും എന്നല്ല പറഞ്ഞത്. സ്തോത്രം. അതിന് ആ പാട്ടിൽ നമ്മളൊരു ഭാഗം ഇങ്ങനെ പാടിയല്ലോ, സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ മുട്ടാളിയാണ്. ശരിയാണോ? ശരിയാണ്. പക്ഷെ യോസേഫ് എന്ന മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ, ദൈവ നിയോഗപ്രകാരം ഉറപ്പ് നിശ്ചയമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് തള്ളി, വീട്ടിലെ സഹോദരങ്ങൾ തള്ളി. ദൈവത്തിൽ, ദൈവവചനത്തിൽ, ദൈവ അരുളപ്പാടുകളിൽ, ദൈവ നിയോഗത്തിൽ ഉറപ്പും ധൈര്യമുള്ള മനുഷ്യനായി നിന്നതിന് പ്രകാരം സ്വതന്ത്രം ദൈവ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായി. പക്ഷേ സ്വന്തം സഹോദരൻ എന്തിനെ തള്ളി? ആ പാട്ട് പാടി ആസ്വദിക്കുന്ന ആരെന്നറിയാമോ? തന്നിഷ്ടത്തിൽ നടക്കുന്ന സ്ത്രീ പുരുഷന്മാരാണ്. ഇങ്ങനെയുള്ള പാട്ടുകൾ പാടി സ്വയം ആശ്വസിക്കുന്നത് തന്നിഷ്ടത്തിൽ നടക്കുന്ന സ്ത്രീ പുരുഷന്മാരെ ശുശ്രൂഷകരുമാണ്. അവിടെ വീട്ടിലെ സഹോദരങ്ങൾ അദ്ദേഹത്തെ തള്ളി. കാരണം വീട്ടിലെ സഹോദരങ്ങൾ ഏറ്റെടുക്കാത്ത സത്യത്തെ ഇദ്ദേഹം ഏറ്റെടുത്തു. വീട്ടിലെ സഹോദരങ്ങൾ ഏറ്റെടുക്കാത്ത സത്യത്തെ യോസേഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റെടുത്തു. അതുകൊണ്ട് സ്തോത്രം, വീട്ടിലെ സഹോദരങ്ങൾ അദ്ദേഹത്തെ തള്ളി. അതുകൊണ്ട് യോസേഫ് എന്ന് പറയുന്ന മനുഷ്യനെ വിളിക്കാം, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം എന്റെ ദൈവം എന്ന് ഞാൻ പറയും. പക്ഷേ യോസേഫിന്റെ വീട്ടുകാർക്ക് പറയാൻ പറ്റുമോ? യോസേഫ് എന്ന് പറയുന്ന മനുഷ്യനെ തള്ളിയതായ, നിഷേധിച്ചതായ, കൊല്ലുവാൻ നോക്കിയ മിദ്യാന്യർക്കില്ലേ, വിറ്റുകളഞ്ഞ ഈ സഹോദരന്മാർക്ക് പറയാൻ പറ്റുമോ ദൈവം അവരുടെ കൂടെ ഇരിക്കുമെന്ന്? ഇന്നുള്ള അങ്ങനെ പറയുന്നത്. ദൈവത്തെ ഭക്തിയോടെ സേവിക്കുന്നവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അധമനായി കണ്ട് ആക്ഷേപിച്ച് നിന്ദിച്ച് പരിഹസിച്ച് എത്രത്തോളം ഉന്മൂലനാശമാക്കാൻ പറ്റും അത്രത്തോളം ഉന്മൂലനാശമാക്കാൻ ശ്രമിക്കുന്നവർ പറയാണ്, ആ ശ്രമിക്കുന്നവരുടെ കൂടെ ദൈവം ഇരിക്കുന്നത്. സ്തോത്രം. അവർ പറയുന്നത് ക്രിസ്തു നിമിത്തം ഉപദ്രവം സഹിക്കുന്നവർക്ക് ബുദ്ധിപദേശമായി മാറും, നന്മയായി മാറും, പുരളായി മാറും. പക്ഷെ പറയുന്നവരുടെ അന്തം എന്താകും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കണം. അപ്പോൾ അവിടെ യോസേഫ് എന്ന് പറയുന്ന മനുഷ്യൻ സത്യം തെരഞ്ഞെടുത്ത മുഖാന്തരം, സത്യത്തിന് സാക്ഷിയായ മുഖാന്തരം വീട്ടിലെ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞത്, എന്റെ അമ്മയാര്, എന്റെ സഹോദരങ്ങളാര്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. ആ പിതാവിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേദനിക്കപ്പെടുന്ന സഹോദരന്മാരെ തള്ളിക്കളഞ്ഞിട്ട് ഏകനായി നടന്നിട്ട്, മനസ്സിലാക്കണം,
പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേർതിരിക്കപ്പെട്ട സഹോദരങ്ങളെ തള്ളിയിട്ട് ഒറ്റപ്പെട്ട് വേർതിരിച്ച് നടന്നിട്ട് യോസേപ്പിന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇതെല്ലാം നഗ്ന സത്യമായ കാര്യങ്ങളാകിയാൽ ഇതെല്ലാം ജനത്തെ കേൾപ്പിക്കണം. അപ്പൊ ഏത് സ്വഭാവമുള്ളവരെ കൂടിയാണ് ദൈവ ഇമ്മാനുവേലായി ഉള്ളത്? ഏത് സ്വഭാവം ഇല്ല, ഏത് സ്വഭാവം ഉള്ളവരോടാണ് ദൈവ ഇമ്മാനുവേലായിട്ടുള്ളത്? ദൈവ ഇമ്മാനുവേലായി ഇരിക്കണമെങ്കിൽ, കൂടെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ സ്വഭാവം ഉണ്ടായിരിക്കണം? ഇതൊക്കെ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കർക്കശമായി മനസ്സിലാക്കണം. അതിന് തക്കവണ്ണം മനസ്സ് പുതുക്കണം. സ്തോത്രം. കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാരും പറയണം, ദൈവം എന്റെ കൂടെ, ദൈവം എന്റെ കൂടെ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ പറയുന്നവരെ ശാസിക്കുവാൻ നമ്മിൽ ഓരോരുത്തരും എഴുന്നേൽക്കണം. ശുശ്രൂഷകന്മാർ ലോകത്തിൽ എഴുന്നേൽക്കണം. തന്നിഷ്ടത്തിന് നടക്കുകയും ദൈവജനത്തോടുകൂടെ കർത്തവ തെരഞ്ഞെടുക്കാതിരിക്കുകയും സ്വയഭോഗത്തിൽ നടക്കുകയും പാപത്തിന് തൽക്കാല ഭോഗങ്ങൾ നടക്കുകയും ദൈവം എന്റെ കൂടെ ഇരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നവരെ ശാസിക്കുവാൻ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കണം. സ്തോത്രം, സ്തോത്രം. അതിന് തക്കവണ്ണം നമ്മൾ ജാഗ്രതയുള്ളവരായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാസിക്കുന്ന കാര്യം പറയാൻ ആൾക്കാർ പറയും, അയ്യോ അത് പറ്റില്ല. യേശു സ്നേഹമാണ്. എന്നോട് അനേകർ തർക്കിക്കാറുണ്ട്. യേശു സ്നേഹമാണ്. ദൈവമാണ് കോപിക്കുന്നത്, യേശു സ്നേഹമാണ്. സ്തോത്രം. ഞാൻ അവരോട് ചോദിക്കുന്നത്, ദൈവം ആരോട് കോപിച്ചു? അനുസരണം കെട്ടവരോട് കോപിച്ചു. ദൈവ സ്നേഹമാണ്, പക്ഷെ കോപിച്ചു. ആരോട് കോപിച്ചു? അനുസരണം കെട്ടവരോട് കോപിച്ചു. മടങ്ങി വരാൻ മനസ്സില്ലാത്തവരോട് കോപിച്ചു. യേശു ക്രിസ്തു കോപിച്ചിട്ടില്ലേ? സ്തോത്രം, സ്തോത്രം. ഇനി ഒടുവിൽ ക്രിസ്തുവിനെ അനുസരിക്കാത്തവരെ ഒടുവിൽ ക്രിസ്തു തന്നെ എന്ത് ചെയ്യും? കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിയിടുവിനെന്ന് പറയും. അത് സ്നേഹത്തിന്റെ അടയാളോ? അല്ല, ഇതെന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ ശുശ്രൂഷകനടക്കം ഗ്രഹിച്ചറിയാത്തത്? വിശ്വാസികളത് മനസ്സിലാക്കാത്തത്, വിശ്വാസികളെ ഇത് പഠിപ്പിക്കാത്തത്. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത, ഇത് പഠിക്കാത്ത, ഇത് പഠിപ്പിക്കാത്തവരെ കൂടെ യേശു ക്രിസ്തു ഇമ്മാനുവേലായിട്ടിരിക്കും. ഇതൊക്കെ പഠിപ്പിക്കുന്നവരെ കൂടെയാണ് കർത്താവ് ഇരിക്കുന്നത്. അതാണ് ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞത്. ഞാനോ ലോകാവസാനത്തോട് എല്ലാ നാള് നിങ്ങളോട് കൂടെ ഇരിക്കും. കാരണം അവരെങ്ങനെയുള്ളവരാണെന്നറിയോ? അവർ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ജീവിതയാത്രയിൽ നടക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ താഴ്മയുള്ളവരെ കൂടെ കർത്താവ് കൂടെ കാണും. മനസ്താപമുള്ളവരെ കൂടെ കർത്താവ് കാണും. എളിയവരെ കൂടെ കർത്താവ് കാണും. സ്തോത്രം. ഇത് ജനത്തെ പഠിപ്പിക്കുന്നു. വിശ്വസിക്കുന്നവരെ കൂടെ ഉണ്ട്. ഇതാ നീ വിശ്വസിക്കുന്നു, നിന്റെ കൂടെ ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു, നിന്റെ കൂടെ ഉണ്ട്. നോ, അങ്ങനെ പഠിപ്പിക്കരുത്. അങ്ങനെ പഠിപ്പിക്കുന്ന ദൈവനിയോഗമല്ല, അത് ദൈവഹിതമല്ല. അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തു അങ്ങനെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുമില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അറിവിൽ മേൽ അറിവ് പ്രാപിച്ച് മുതിർന്നവരാണ്. സ്തോത്രം. ഇതിനെല്ലാം ആഴമായ ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. ആഴമേറിയ ചിന്തകൾ ആവശ്യമാണ്. ഇതൊക്കെ ചിന്തിക്കാത്ത മരമണ്ടന്മാരെ കൂടി മരമണ്ടിമാരെ കൂടി നമ്മള്
സഹവാസം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചിന്തിക്കാൻ മനസ്സ് വേണം, ഗ്രഹിക്കാൻ മനസ്സ് വേണം. ഗ്രഹിപ്പിക്കാൻ കർത്താവ് ശക്തനാണ്, സൽഗുണപൂർണനാണ്. പക്ഷെ നമുക്ക് മനസ്സ് വേണം. പ്രൈസല്ലോ. മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവരോട് കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കള്ളനെ പോലെ വേറെ കള്ളൻ വേറെ ആരാണുള്ളത്? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം നമ്മൾ ആധികാരികമായി ഗ്രഹിച്ചറിയേണ്ട കാര്യമാണ്. കാരണം ക്രിസ്തീയ ലോകത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ആമേസ്തോത്ര കാലങ്ങളാണിതെല്ലാം. വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന വഞ്ചനകളിൽ നിന്ന് നാം എല്ലാം വിടിവിക്കപ്പെടണം. സ്തോത്രം. വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ആരായിരിക്കണം? അത്യല്പത്തിൽ വിശ്വസ്തന്മാരായിരിക്കണം. അത്യല്പത്തിൽ ആരായിരിക്കണം? വിശ്വസ്തന്മാരായിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അത്യല്പത്തിൽ വിശ്വസ്തന്മാരായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ശരി, വിശ്വസ്തൻ നന്മയ്ക്ക് അത്യല്പത്തിൽ വിശ്വസ്തനായി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് ഉപദേശം, ദുരുപദേശം. എങ്ങനെയാണ് അത്യല്പത്തിൽ നാം വിശ്വസ്തരാകേണ്ടതെന്ന് ഒരു മനുഷ്യന് നന്മയ്ക്ക് അത്യല്പത്തിൽ വിശ്വസ്തനാകാൻ ഒരു മനുഷ്യന്റെ ആയുസ് കൊണ്ട് കഴിയും. പിന്നെ അങ്ങനെ പഠിപ്പിച്ചൊരു കാര്യം എന്ത് കഴിയും? കഴിയും ഇല്ല. അപ്പൊ ഇങ്ങനെ ഈ ഭാഗങ്ങൾ പഠിപ്പിച്ചു പോവുകയാണ്. നിങ്ങളെല്ലാം ഹോ സോദര 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 കൈയടിച്ച് ഇങ്ങനെ നിങ്ങൾ അവരുടെ ആരോഗ്യട്ടെ കൈയടിച്ച് സോദരം പറഞ്ഞ് ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നടക്കും. സ്തോത്രം. അവിടെ വിശ്വസ്തരാണോ അവിശ്വസ്തരാണോ എന്ന് തന്നെത്താൻ ശോധന ചെയ്യേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണം. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ തക്കവണ്ണം നമ്മുടെ ചിന്തകളെ വിട്ടുകൊടുക്കണം. ഞാൻ വിശ്വസ്തനാണോ അവിശ്വസ്തനാണോ നന്മയ്ക്ക്? സ്തോത്രം. ഒരു മനുഷ്യന് സ്വതവേ വിശ്വസ്തനാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് 12-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്, യഹോവയെ രക്ഷിക്കണമേ, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. കാരണം എന്താ? കുറെ കാരണം എന്താ? വിശ്വസ്തനല്ലാതിരിക്കെ വിശ്വസ്തനെന്ന് ജനത്തെ പഠിപ്പിച്ച് ജനമതി വിശ്വസിച്ച് അങ്ങനെ നിഗളിച്ച് നടക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കുറഞ്ഞുപോയി വിശ്വസ്തന്മാർ. ദൈവവചനത്തെ വചനമായി പ്രസംഗിക്കുവാൻ വിശ്വസ്തന്മാർ ഇന്നുണ്ടോ? ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെ ദൈവവചനത്തെ വചനമായി പ്രസംഗിക്കുവാൻ ഇന്ന് ശുശ്രൂഷകരുണ്ടോ? വിശ്വസ്തന്മാരുണ്ടോ? മോശ എന്ന മനുഷ്യൻ ദൈവഗ്രഹത്തിലൊക്കെ ആരായിരുന്നു? മോശ എന്ന മനുഷ്യൻ ദൈവഗ്രഹത്തിൽ ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു അല്ലേ? ദൈവഗ്രഹത്തിൽ വിശ്വസ്തനായിരുന്നു. പാതാള ഗോപുരത്തിൽ അദ്ദേഹം ആരായിരുന്നിരിക്കും? അപ്പൊ നമ്മൾ ആരായിരിക്കണം പാതാള ഗോപുരത്ത്? പാതാള ഗോപുരത്ത് നമ്മൾ അവിശ്വസ്തരായിരിക്കണം. അവിശ്വസ്തരായാൽ പാതാള ഗോപുരത്തിന് ആൾക്കാർ പറയും ശരിയല്ല, ഇയാൾ ശരിയല്ലെന്ന് പറയും. സാക്ഷ്യമില്ലല്ലോ, സാക്ഷ്യം പോയല്ലോ. നമുക്ക് വേണ്ടത് പാതാള ഗോപുരത്തിലെ ആൾക്കാരുടെ സാക്ഷ്യമല്ല വേണ്ടത്. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, മനുഷ്യന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് ആവശ്യമില്ല. അപ്പൊ പാതാള ഗോപുരത്തിന്റെ ആൾക്കാരുടെ സാക്ഷ്യം ദൈവജനത്തിന് ആവശ്യമില്ല. എന്നാൽ
ദൈവജനത്തിന്റെ സാക്ഷ്യം ദൈവജനത്തിന് ആവശ്യമുണ്ട്. നമ്മളൊക്കെ ദൈവജനത്തിന്റെ സാക്ഷ്യം ആഗ്രഹിക്കുന്നവരല്ല. പിന്നെ പാതാള ഗോപുരത്തിന്റെ ആൾക്കാരുടെ സാക്ഷ്യം നമ്മൾ ഇച്ഛിക്കുന്നവരാണ്. ഇത് ഒരു ജ്ഞാനികളും ഒരു വിവേകികളും പഠിപ്പിക്കാതിരുന്നാൽ ശിശുക്കളാകുന്ന നമ്മൾ എങ്ങനെ പഠിക്കും? ജ്ഞാനികളും വിവേകികളും എന്ന് പറഞ്ഞാൽ ജ്ഞാനികളെന്നും വിവേകികളെന്നും പറഞ്ഞ് നടക്കുന്നവർ ഇത് പഠിപ്പിക്കാതിരുന്നാൽ ജനം എങ്ങനെ പഠിക്കും? സ്തോത്രം. ദൈവഭക്തന്മാർ ദൈവഗ്രഹത്തിൽ വിശ്വസ്തന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവ വിഷയമായിട്ട് വിശ്വസ്തന്മാരായിരുന്നു. സ്തോത്രം. ദൈവ വിഷയത്തിന് എതിരായി എഴുന്നേൽക്കുന്ന എല്ലാ ശക്തികളെയും ഇടിച്ചു തകർക്കുന്ന വിശ്വസ്തന്മാരായിരുന്നു. ദൈവഭക്തിക്കെതിരായി എഴുന്നേൽക്കുന്ന എല്ലാ അനുസരണക്കേടുകളെ തകർക്കുന്ന വിശ്വസ്തന്മാരായിരുന്നു. ദൈവഗ്രഹത്തിനെതിരായി എഴുന്നേൽക്കുന്ന എല്ലാ അനുസരണക്കേടിനും എതിരായി വടിയടിക്കുന്ന വിശ്വസ്തന്മാരായിരുന്നു. എന്നങ്ങനെ ചെയ്താലോ? ഇന്ന് ശുശ്രൂഷകന്മാർ അങ്ങനെ ചെയ്യാറുണ്ടോ? സ്തോത്രം. എന്താ ചെയ്യാത്തെ? സ്തോത്രം. 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 ഉപദേശത്തിന് ഉപദേശം തന്നെ, അതിനെ വിഘ്നം വരുത്തരുത്. പ്രൈസലോ. അതിന് അയവ് വരുത്തരുത്. നമുക്ക് കുറവ് വരാം, ഉപദേശം അനുസരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ബലഹീനത വരാം. പക്ഷെ ഉപദേശത്തിന് അയവ് വരുത്തരുത്. ബലഹീനതയ്ക്ക് കുറവിന് പരിഹാരം ക്രിസ്തുവിനുണ്ട്. സ്തോത്രം. പക്ഷെ നിയമത്തെ അഴിച്ചാൽ ദുർബലപ്പെടുത്തിയാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. ദൈവരാജ്യ ദ്രോഹ കുറ്റമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു അയവ് വരുത്തിയാൽ എന്താണ്? ദുർബലപ്പെടുത്തിയാൽ എന്താണ്? അപ്പൊ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ, ദൈവരാജ്യത്തിന്റെ പ്രമാണത്തെ ദുർബലപ്പെടുത്തിയാൽ ദൈവരാജ്യത്തെ ദ്രോഹിച്ച കുറ്റമാണ്. സ്തോത്രം. നമുക്ക് അനുസരിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, അതിൽ പരിഹാരം ക്രിസ്തുവിനുണ്ട്. അനുതാപ ഹൃദയത്തോടെ ഏറ്റെടുക്കാമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് പരിഹാരം ലഭിക്കും. 1, 2, 3 ഈ 3 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ശിക്ഷയോടുകൂടെ, ബഹുശിക്ഷയോടുകൂടി പരിഹാരം കിട്ടും. ശിക്ഷയില്ലാതെ പരിഹാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. സ്തോത്രം. ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും. ഹല്ലേലൂയ. മുന്നറിയിപ്പ്, ഒന്നാമത് മുന്നറിയിപ്പ് കൊടുക്കും. രണ്ടാമത് ചെറിയ പിഴയോടുകൂടെ, ശാസനയോടുകൂടെ ഒക്കെ ശുദ്ധീകരണം കിട്ടും. വീണ്ടും വീണ്ടും അത് അതിക്രമിച്ചു പോയാൽ പിന്നെ ശിക്ഷയും, പിന്നെ ബഹുശിക്ഷയും, പിന്നെ മാനസാന്തരത്തിലേക്ക് തിരിയാൻ കഴിയാത്ത വിധത്തിലുള്ള ശിക്ഷയാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, മാനസാന്തരപ്പെടാൻ അവൾക്ക് സമയം കൊടുത്തിട്ടുള്ള എന്തില്ല, മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്തു? ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ അവൾക്ക് മനസ്സ് വന്നില്ല. ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ അവക്കാണെന്ന കേട്ടോ, അവനെന്നല്ല, അവൾക്ക് എന്നാണ് പ്രധാനം. അവനത് പ്രധാനം തന്നെയാണ്. പക്ഷെ ഇവിടെ അവളെന്ന് കൊടുത്തിരിക്കുന്നത് അവൻ തന്നെയാണ്. ലേഖനങ്ങളിൽ അവളെന്ന് കൊടുത്തിരിക്കുന്നത് അവൾ തന്നെയാണ്. ലേഖനങ്ങളിൽ പലയിടത്തും സഹോദരൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ സഹോദരൻ തന്നെയാണ് ഉത്തരവാദി. സ്തോത്രം. എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരിക്ക് അവിടെ ഉത്തരവാദിത്തം ഇല്ലെന്നല്ല, പക്ഷെ പ്രധാനം സഹോദരനാണ് അവിടെ. ഇവിടെ പ്രധാനം ഈ വഴിവിട്ട് നടക്കുന്നവർക്കാണ്, ദുർനടപ്പുകാരിക്കാണ്. സ്തോത്രം. ഇതൊക്കെ കർക്കശമായി പഠിപ്പിക്കണം. ഇത് വെളിപ്പാട് പുസ്തകമാണ്. ഇത് ഭാവി കാലത്തുള്ളതാണ്, സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ളതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന നീചന്മാരെ നമ്മൾ ശ്രേഷ്ഠന്മാരെ ആരെ കാണുക. സ്തോത്രം. സ്തോത്രം.
ഒന്നുകൂടെ വായിക്കാം. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ട് ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു. എന്നിട്ടും സമയം കൊടുത്തു. ഇവിടെയും പലർക്കും ദൈവം സമയം വെച്ചിട്ടുണ്ട്. എന്നാലും അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഇത് ദുഷ്കാലമാണ്. സമയം ചെയ്യണം, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് നടക്കാൻ നോക്കണം. എന്ന് പറഞ്ഞാൽ ജ്ഞാനികളെ കൂടെ നടക്കാൻ നോക്കണം. സ്തോത്രം. ജ്ഞാനികളെ കൂടെ നടക്കുന്ന ഒറ്റി കൊടുക്കാൻ വേണ്ടി ആകരുത്. സ്തോത്രം. ജ്ഞാനികളെ കൂടെ നടക്കുന്നത് ഒറ്റുകാരനായിട്ട് ആകരുത്. ആണായാലും പെണ്ണായാലും. അതെല്ലാം ഹൃദയങ്ങളെ ശോധന എന്ന ദൈവം അറിയുന്നു. ആ ദൈവത്തിന്റെ വചനം ഉള്ളിൽ സ്വീകരിക്കുന്നവർക്ക് അതൊക്കെ അറിയാൻ കഴിയും. രാത്രി രാത്രി കറ കൊടുക്കും, പകലിന് വാക്കുകൊഴിക്കും. സംഭാഷണമില്ല, സംസാരമില്ല, വാക്കുകളില്ല, ഹൃദയ നിരൂപണങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഇത് ആരിൽ കൂടിയാണ് നടക്കുന്നത് ചോദിച്ചാൽ മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവരിൽ കൂടി പിശാച് കൃത്യമായി പ്രവൃത്തി ചെയ്തിരിക്കും. ഏത് പ്രവൃത്തി? വാക്കുകളില്ല, ശബ്ദം കേൾക്കാനില്ല, പിന്നെ ഭാഷണമില്ല. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നൂല്. ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ ദൈവം സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുക. സ്തോത്രം. പക്ഷെ മാനസാന്തരപ്പെടാൻ മനസ്സിലാത്തവരെ കുറിച്ചോ? ഇത് മാനസാന്തരപ്പെടാൻ മനസ്സുള്ളവരെ കുറിച്ചാ. പക്ഷെ മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവരെ കുറിച്ചോ ഇതിന് വിപരീതമായ പ്രവൃത്തി. നമ്മളാരും അറിയില്ല. ഒരു സ്ത്രീ അറിയില്ല, ഒരു പുരുഷനെ അറിയില്ല. മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവരിൽ പ്രവർത്തിക്കുന്ന കാര്യം ഇതൊക്കെയാണ്. സ്തോത്രം. അതുകൊണ്ട് സ്ത്രീ ആയാലും പുരുഷനായാലും മാനസാന്തരപ്പെടാൻ ദൈവം സമയം വെച്ചിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെടാത്തവരുടെ ഗതിയല്ല ഇത് തന്നെയാണ്. സ്തോത്രം. എന്റെ വെളിപ്പാട് ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ സഭയിൽ എടുക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യം എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തണ്ട. സ്തോത്രം. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ദുരാത്മാവ് അന്ന് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ഇന്നും പ്രവർത്തിക്കും. അന്ന് അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിക്കും, ഇന്ന് ആന്തരികമായി പ്രവർത്തിക്കും. ഓർക്കണം, അന്ന് അക്ഷരികമായി പ്രവർത്തിക്കും, ഇന്ന് ആന്തരികമായി പ്രവർത്തിക്കും. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രവർത്തികളെല്ലാം നമ്മൾ തിരിച്ചറിയണം. അവരവരിൽ പ്രവർത്തിക്കുന്ന അവരവർ തിരിച്ചറിയണം. തിരിച്ചറിയേണ്ട ബോധവത ഇല്ലെങ്കിൽ വിശ്വസ്തന്മാരായിട്ട് മുന്നേറാൻ കഴിയില്ല. കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. കർത്താവ് എന്ന് വിളിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ഒരുത്തന്നെ വിളിക്കേണ്ട, വ്യക്തികളും വിളിക്കണ്ട. ദൈവവചനം വായിച്ച് ഗ്രഹിച്ച് തന്റെ തെറ്റുകളെ ഗ്രഹിച്ച് ജീവിക്കാൻ നോക്കുക. അതിന് തക്കവണ്ണം ദൈവജനത്തോടുകൂടെ ചേരുക. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശ്വസ്തന്മാരാകണമെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അല്ല, വിശ്വസ്തന്മാരാകാതെ രക്ഷിക്കപ്പെട്ടത് ചാടിക്കൊണ്ട് നടന്നാലോ? അത് രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് വിശ്വസ്തനാകുന്നില്ല. വിശ്വസ്തനായതിനു ശേഷമാണ് രക്ഷിക്കപ്പെടുന്നത്. ലോകജ്ഞാനം പറയുന്നു രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിശ്വസ്തനാകുന്നു.
എന്നാൽ ബൈബിൾ ജ്ഞാനം പറയുന്നു വിശ്വസ്തനായതിനു ശേഷമാണ് രക്ഷിക്കപ്പെടുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റുമോ? അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും വേണ്ട, ദൈവത്തിന്റെ നിയോഗം അതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ കേട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുക എന്നുള്ള നിസ്സാര കാര്യമൊന്നുമല്ല. അത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം. സ്തോത്രം. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്താത്തവർക്കും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാത്തവർക്കും പിന്നെ വിശ്വസ്തന്മാരാകാത്തവർക്കൊന്നും രക്ഷിക്കപ്പെടാൻ പറ്റില്ല. രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് കൂട്ടായ്മ ആചരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടതുകൊണ്ടല്ല. ഹല്ലേലൂയ. തന്നെ നടപ്പ് ക്രമപ്പെടുത്തുന്നവരുടെ രക്ഷ. ക്രമപ്പെടാൻ വേണ്ടിയാണ് കൂട്ടായ്മ, പ്രാർത്ഥന, ബൈബിൾ വായന, വിശ്വാസ ജീവിതം. നടപ്പ് ക്രമപ്പെടുത്താൻ വേണ്ടിയാണ്. അതിന്റെ പൂർത്തീകരണത്തിലാണ് രക്ഷയുടെ ഉറപ്പ് നമുക്ക് ദൈവം തരുന്നത്, രക്ഷാ നിർണയം തരുന്നത്, രക്ഷ തരുന്നത്. സ്തോത്രം. അല്ലാതെ ക്രിസ്ത്യാനിയുടെ തുടക്കം രക്ഷിക്കപ്പെട്ട തുടക്കമല്ല, രക്ഷയുടെ തുടക്കമാണ്. രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷയുടെ തുടക്കമാണ്. അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുന്നത് വരെ നാം സഹിച്ചു നിന്നാൽ രക്ഷ പ്രാപിക്കും. വഴിക്ക് എവിടെ വെച്ച് നമ്മൾ സ്തോത്രം അവിശ്വസ്തരാകുന്നുവോ അത് ഓർത്തനുഭവിച്ച് ഏറ്റുപറഞ്ഞ് മുന്നേറുവാൻ മനസ്സില്ലാത്തടത്തോളം അവിടെ വീണെത്തിയും അവിടെ നിലംപരിചാവും. സ്തോത്രം. അവിടെ നിലംപരിചായി അവിടെ താളടിയായിട്ട് അത് സംഭവിക്കാതിരിക്കാനാണ് ദൈവം മാനസാന്തരത്തിന്റെ ശുശ്രൂഷ ആചരിക്കുന്നത്. ചില ആൾക്കാർ പറഞ്ഞു നടക്കാറുണ്ട്, അത് ഒരാള് എങ്ങനെയാകും, ഏത് വിധത്തിലാകും, സ്വർഗത്ത് പോകും, പാതാളത്ത് പോകും, അതെല്ലാം ദൈവം നേരത്തെ നിയമിച്ചിട്ടുണ്ടോ? അതിന് സംഭവിക്കും. അങ്ങനെയാണോ? അത് ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ദൈവം ആ മനുഷ്യനെ കുറിച്ച് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? ശരിയാണോ? അവന് ബുദ്ധിമാന്മാരാ, ബുദ്ധിരാക്ഷസന്മാരാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മിഷണറിമാരുടെ ആവശ്യമില്ലല്ലോ. സ്തോത്രം. എന്നാൽ പറയട്ടെ, ജനിക്കുന്നതിന് മുൻപ് ജനിക്കുമെന്നും എവിടെ ജനിക്കുമെന്നും എങ്ങനെ ജനിക്കുമെന്നും ജനിച്ചതിന് ശേഷം എന്തൊക്കെ ആയിരിക്കുമെന്നും എന്തൊക്കെ ആയതിനു ശേഷം പിന്നെ എന്തൊക്കെ ആവുമെന്ന് എല്ലാം കൃത്യമായി ഉലക സ്ഥാപനത്തിന് മുൻപേ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ട്. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതിനാണ് എടുത്തുകൊണ്ട് ഈ നീചന്മാരെ അളക്കുന്നത്. സ്തോത്രം. നമ്മളെ അങ്ങനെ കണ്ടിരിക്കുകയാണ്. സ്തോത്രം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകനെ കുറിച്ച് അവിടെ പറയാണ്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ സ്തോത്രം. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇന്നത്തെ നായ്ക്കളെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ നീചന്മാരെ കുറിച്ചായി പറയുന്നത്. അങ്ങനെയാണല്ലോ ജനത്തെ പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ച കാരണത്താലാണല്ലോ ന്യൂ ജനറേഷൻ ഉണ്ടായത്. ശുശ്രൂഷയ്ക്ക് ഉപദേശമില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത, മാതൃകയില്ലാത്ത ഉപദേഷ്ടാക്കന്മാർ ഉളവാകാൻ കാരണം നിയോഗമല്ലാത്ത കാര്യങ്ങൾ ജനത്തെ പഠിപ്പിച്ച കാരണത്താലാണ്. സ്തോത്രം. സ്തോത്രം.
കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഉപമിക്കുന്നത്. ഈ രമ്യ പ്രവാചകനെ കുറിച്ച് പറയുന്ന ഈ കാര്യം യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഉപമിക്കുന്നത്. ഒന്ന് തിമോഥെയോസ് 3:16. കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു, കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ദൂതന്മാർക്ക് പ്രത്യക്ഷമായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ജാതിയുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു.